ഉയർന്ന രക്തസമ്മർദ്ദമുള്ള ജീവി ഏതാണ്? ഉത്തരം ജിറാഫ്. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത് ഏതു വർഷമാണ്? ഉത്തരം 1969. ഇന്ത്യയുടെ മംഗൾയാൻ ദൗത്യം ഏത് ഗ്രഹത്തെക്കുറിച്ച് കൂടുതൽ അറിയാനാണ്? ഉത്തരം ചൊവ്വയെക്കുറിച്ച്. ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള പക്ഷി ഏതാണ്? ഉത്തരം ഒട്ടകപ്പക്ഷിയാണ് പക്ഷികളിൽ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ളത്. വിരലുകൾ ഇല്ലെങ്കിലും നഖങ്ങളുള്ള ജീവി ഏതാണ്? ഉത്തരം ആന. കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരം. ഭൗതിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഐസക് ന്യൂട്ടൺ. സൗരയൂഥത്തിൽ വലുപ്പത്തിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഏത് ഗ്രഹമാണ്? ഉത്തരം വ്യാഴമാണ് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? ഉത്തരം ത്വക്ക്. ജന്മി സമ്പ്രദായം അവസാനിപ്പിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? ഉത്തരം കേരളം. പച്ചക്കുതിര എന്ന വാക്കിനെ പിരിച്ചെഴുതുക. ഉത്തരം പച്ചക്കുതിരയെ പച്ച പ്ലസ് കുതിര എന്ന് പിരിച്ചെഴുതാം. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരം. അന്തരീക്ഷത്തിൽ ഏറ്റവും അധികമുള്ള വാതകം ഏതാണ്? ഉത്തരം നൈട്രജൻ ആണ് അന്തരീക്ഷത്തിൽ ഏറ്റവും അധികമുള്ള വാതകം. നെയ്യാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം തിരുവനന്തപുരം ജില്ലയിൽ. കണ്ടുപിടുത്തങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം തോമസ് ആൽവ എഡിസൺ. കത്താൻ സഹായിക്കുന്ന വാതകം ഏതാണ്? ഉത്തരം ഓക്സിജൻ ആണ് കത്താൻ സഹായിക്കുന്ന വാതകം. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഉത്തരം പള്ളിവാസൽ. എല്ലാ ഗ്രാമങ്ങളിലും പോസ്റ്റ് ഓഫീസ് ഉള്ള സംസ്ഥാനം ഏതാണ്? ഉത്തരം കേരളത്തിലാണ് എല്ലാ ഗ്രാമങ്ങളിലും പോസ്റ്റ് ഓഫീസ് ഉള്ളത്. ലോക മണ്ണ് ദിനം എന്നാണ്? ഉത്തരം ഡിസംബർ 5 ലോക മണ്ണ് ദിനം. എല്ലാ വർഷവും ചാന്ദ്രദിനം ആഘോഷിക്കുന്നത് ഏത് ദിവസമാണ്? ഉത്തരം ജൂലൈ 21. എണ്ണത്തുള്ളികളും ഉപ്പുതരികളും എന്ന ലേഖനങ്ങൾ എഴുതിയത് ആരാണ്? ഉത്തരം ബെന്യാമിൻ. ചക്ക, ആഘോഷം, കരിമ്പ്, വയൽ, തവള എന്നീ പദങ്ങളെ അക്ഷരമാല ക്രമത്തിൽ എഴുതുക. ഉത്തരം ആഘോഷം, കരിമ്പ്, ചക്ക, തവള, വയൽ. കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ഉത്തരം പ്ലേഗ് ആണ് കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗം. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ശ്രീകാര്യം. മണ്ണിരയുടെ ശ്വസനാവയവം ഏതാണ്? ഉത്തരം ത്വക്കാണ് മണ്ണിരയുടെ ശ്വസനാവയവം. കർണാടക സംഗീതത്തിലെ വാനമ്പാടി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരാണ്? ഉത്തരം MS സുബ്ബലക്ഷ്മി. ഒരു വർഷം എത്ര ആഴ്ചകളുണ്ട്? ഉത്തരം 52. കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന സുഗന്ധദ്രവ്യങ്ങളുടെ രാജാവ് ഏതാണ്? ഉത്തരം കുരുമുളകാണ് കറുത്ത പൊന്ന് എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആരായിരുന്നു? ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഹരിതവാതകം എന്നറിയപ്പെടുന്ന വാതകം ഏതാണ്? ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ്. ഭൗതിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം നേടിയ ആദ്യ ഭാരതീയൻ ആരാണ്? ഉത്തരം CV രാമൻ. മഴത്തുള്ളി എന്ന വാക്ക് പിരിച്ചെഴുതുക. ഉത്തരം മഴത്തുള്ളി എന്ന വാക്കിനെ മഴ പ്ലസ് തുള്ളി എന്ന് എഴുതാം. സ്ത്രീകളെ ക്ഷേത്ര പൂജാരികളായി നിയമിക്കാൻ അനുമതി നൽകിയ സംസ്ഥാനം ഏതാണ്? ഉത്തരം തമിഴ്നാട്. ചിരസ്മരണ എന്ന നോവൽ എഴുതിയത് ആരാണ്? ഉത്തരം നിരഞ്ജനയാണ് ചിരസ്മരണ എന്ന നോവൽ എഴുതിയത്. ചിരസ്മരണ എന്ന നോവൽ ഏത് സമരത്തെ ആസ്പദമാക്കി എഴുതിയതാണ്? ഉത്തരം കയ്യൂർ സമരത്തെ ആസ്പദമാക്കി എഴുതിയ നോവലാണ് ചിരസ്മരണ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.